സംസ്ഥാനത്തെ പോക്സോ കേസുകളിലെ പ്രതികളിൽ 71% കുട്ടികൾക്ക് ഏറ്റവും അടുത്ത് പരിചയമുള്ള ആളുകളാണ് എന്ന് ഒരു ഞെട്ടിക്കുന്ന കണക്ക് ഈ അടുത്ത് കേരളത്തിൽ നിന്ന് പുറത്തു വരികയുണ്ടായി. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ പീഡനത്തിന് ഇരയാകുന്നത് 16, 17, 18 വയസ്സാണ്. ആ കുട്ടികളെ പീഡിപ്പിക്കുന്നവരിൽ ഏറ്റവും കൂടുതലും കുട്ടിയുമായി ഏറ്റവും അടുത്ത് പരിചയമുള്ളവരാണ്, ബന്ധുക്കളും പരിചിതരുമായ ആളുകളാണ് എന്നും ഈ കണക്കിൽ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ ഒരു മാനിന്റെയും സിംഹത്തിന്റെയും എക്സാമ്പിളൊക്കെ പറഞ്ഞത് കുറേ പേര് അതിനെ ട്രോളിയിട്ടൊക്കെ ഒരുപാട് പറയുന്നത് കണ്ടു. സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഹാലോ എഫക്റ്റ് എന്ന് പറയും. ഹാലോ എഫക്റ്റ് അഥവാ ഏതെങ്കിലും ഒരു ആളിൽ നമ്മൾ ഒരു പോസിറ്റീവ് ട്രേറ്റ് കണ്ടാൽ, ഇപ്പോൾ സൈക്കോളജിയിലുള്ള ഒരു എഫക്റ്റാണ്, നമുക്ക് ഉണ്ടാവുന്ന ഒരു ബയസാണ് ഈ ഹാലോ എഫക്റ്റ് എന്ന് വെച്ചാൽ. ഒരാളിൽ നമ്മളൊരു പോസിറ്റീവ് ട്രേറ്റ് കണ്ടാൽ അയാളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇതേപോലെ പോസിറ്റീവ് ആയിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഹോൺ എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരാളിൽ എന്തെങ്കിലും നമ്മളൊരു നെഗറ്റിവിറ്റി കണ്ടാൽ അയാളുടെ ബാക്കി എല്ലാ കാര്യങ്ങളിലും ആ നെഗറ്റീവ് ഉണ്ടാവും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അത് മനുഷ്യന് സ്വാഭാവികമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലും വരുന്നത് കാണാൻ നല്ല ഹാൻസമായ ഒരു ബോയ്, ആ ഒരു ഹാൻസമായ ഒരു ബോയ് നല്ല ചിരിച്ച് നന്നായി സംസാരിക്കുന്ന ഇടപഴകുന്ന ഒരാളെ കണ്ടാൽ ഇയാൾ മോറലി എല്ലാം കൊണ്ടും ഗുഡായിരിക്കും എന്ന് നമ്മൾ വെറുതെ അസ്യൂം ചെയ്യും. ഇയാൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിരിക്കും എന്ന് നമ്മൾ വെറുതെ അസ്യൂം ചെയ്യും. ഇത് ഹാലോ എഫക്റ്റ് എന്നാണ് പറയുക. പലപ്പോഴും നമ്മളുടെ അടുത്ത ഈ ബോയ് ഫ്രണ്ട് ബന്ധങ്ങളിൽ, ഗേൾ ഫ്രണ്ട് ബന്ധങ്ങളിലൊക്കെ ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ, ഒരു പെൺകുട്ടിക്ക് ഒരു ബോയ്, ഒരു ആൺ സുഹൃത്തുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ഈ ഹാലോ എഫക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇദ്ദേഹവുമായിട്ട് എനിക്ക് 2 വർഷത്തെ പരിചയം അല്ലെങ്കിൽ 4 വർഷത്തെ പരിചയം ഉണ്ടെങ്കിൽ ആ 4 വർഷ സുഹൃബന്ധത്തിൽ 99% നല്ലതല്ല എന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ടും ഇയാളിൽ നിന്ന് ഒരിക്കലും നല്ലതല്ലാത്തൊന്നും സംഭവിക്കില്ല എന്നൊരു ട്രസ്റ്റ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതൊരു ഹാലോ എഫക്റ്റിൽ ഫോം ചെയ്യുന്ന ഒരു ട്രസ്റ്റാണ്. പക്ഷേ അയാളിൽ ചിലപ്പോൾ നമ്മൾക്ക് ഒരു നെഗറ്റിവിറ്റി സംഭവിച്ചേക്കാം. ഇങ്ങനെ നമ്മൾ ഹാലോ എഫക്റ്റിൽ നമ്മൾ വിചാരിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഒരു ബിനൈൻ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയും. ഇങ്ങനെ നമ്മളൊരു ഒരാളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അയാളിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ നെഗറ്റിവിറ്റി ഉണ്ടായാലും അത് അവൻ തമാശക്ക് പറഞ്ഞതായിരിക്കും, അത് അവൻ തമാശക്ക് ചെയ്തതായിരിക്കും, അത് അവൻ അറിയാതെ എൻ്റെ മേലെ തട്ടിയതായിരിക്കും, അത് അവന് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചോദിച്ചതായിരിക്കും. നമ്മൾ അങ്ങനെ അതിനെ ഒഴിവാക്കി വിടാനും വേണ്ടി നമ്മൾ ശ്രമിക്കും. നമ്മളൊരു ബിനൈൻ ഇൻ്റർപ്രിട്ടേഷൻ എന്നാണ് സൈക്കോളജിയിൽ അതിന് പറയുക. അതേസമയം നമ്മളൊരു വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരാളാണ് നമ്മളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഈ ആൺസുഹൃത്ത് ചെയ്ത അതേ ബിഹേവിയർ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരാൾ ചെയ്താൽ അത് നമ്മളെ ബ്രെയിന് പെട്ടെന്ന് ഒരു ത്രെറ്റ് ഡിറ്റക്ഷൻ മോഡിലേക്ക് മാറും. നമ്മൾ അതിനെതിരെ പെട്ടെന്ന് ആക്ഷൻ എടുക്കും, നമ്മൾ പലതും പറയും. പക്ഷെ അതേ പ്രവൃത്തി ഒരു ആൺസുഹൃത്ത് ചെയ്താൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിനൊരു ബിനൈൻ ഒരു ഒഴിവാക്കി വിടുന്ന രൂപത്തിൽ, വളരെ അത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള രൂപത്തിൽ നമ്മൾ കാണാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു ഹാലോ എഫക്റ്റ് ഈ ആൺപെൺ സുഹൃത്ത് ബന്ധങ്ങളിൽ പെൺകുട്ടികൾക്ക്, പ്രത്യേകിച്ച് ആൺകുട്ടികളോട് ഉണ്ടാവുന്നത് അവരിൽ നിന്ന് പിന്നീട് ഉണ്ടാവുന്ന നെഗറ്റീവായിട്ടുള്ള ഈ സെക്ഷൽ ബിഹേവിയർ നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ 94 മുതൽ റേപ്പ് സർവൈവേഴ്സ്, അതേപോലെ തന്നെ റേപ്പുമായി ബന്ധപ്പെട്ട കണക്കുകൾ സ്ഥിരമായി എല്ലാ കൊല്ലം പുതുക്കിക്കൊണ്ട് ലോകത്ത് പ്രസിദ്ധീകരിക്കുന്ന ഒരു ടീമാണ് റെയിൻ, RAINN എന്നുള്ള. റെയിൻ എന്ന് പറഞ്ഞാൽ റേപ്പ് അബ്യൂസ് ആൻഡ് ഇൻസെസ്റ്റ് നാഷണൽ നെറ്റ്വർക്ക് എന്നാണ് റെയിൻ. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ഏജൻസിയാണ്. അവർ ഒരുപാട് ഈ രംഗത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾ. അതിൽ ഇപ്പോൾ ഈ അവസാനം വന്ന കണക്ക് പ്രകാരം 60% റേപ്പുകളും കമ്മിറ്റ് ചെയ്യുന്നത് കേരളത്തിൽ 71%. ഇതിൽ 60% റേപ്പുകളും ആ വിക്ടിമിന് അറിയുന്ന ആളുകളാണ് എന്നുള്ളതാണ്. അതിൽ തന്നെ 28.3% വെൽ നോൺ ഓർ കാഷ്വൽ അക്വിൻറ്റൻസസ്, അഥവാ നമുക്ക് നന്നായി അറിയുന്ന നമ്മളുടെ സുഹൃത്തുക്കൾ, നമ്മളുടെ കോവർക്കേഴ്സ്, നമ്മളുടെ പരിചയക്കാര്, നമ്മളെ ക്ലാസ്മേറ്റ്സ്, ഇങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ. അതേപോലെ തന്നെ കാഷ്വൽ അക്വൈൻറ്റൻസ്, നമ്മൾ എപ്പോഴെങ്കിലും ഒരുമിച്ച് ചായ കുടിക്കുന്ന, പരിചയപ്പെടുന്ന, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളാണ് 28.3%. അതുപോലെ 21.4% ഇൻറ്റിമേറ്റ് പാർട്ട്നേഴ്സാണ്. 13.1% അതർ റിലേറ്റീവ്സ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ സുഹൃത്തുക്കളാണ്. ഈ കാഷ്വൽ ആയിട്ടുള്ള അക്വൈൻറ്റൻസ് അല്ലെങ്കിൽ വെൽ നോൺ ആയിട്ടുള്ള അക്വൈൻറ്റൻസ്, ഈ സുഹൃത്ത് വലയങ്ങളാണ്. അപ്പോൾ അവരിൽ നിന്ന് ഇത് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കാരണം നമുക്ക് ആ ഒരു ഹാലോ എഫക്റ്റ് ഫീൽ ചെയ്യണം. അവർ വരുന്നു, നമ്മൾ സുഹൃത്തുക്കളായി നമ്മൾ ഒരുപാട് കാലം ജീവിക്കുന്നു. അപ്പോൾ ഇതുവരെ അയാളിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള സംഗതികൾ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് അയാളിൽ മുഴുവനായിട്ട് ആ ഒരു പോസിറ്റിവിറ്റി ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അങ്ങനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ, പിന്നീട് അയാളിൽ നിന്നുണ്ടാകുന്നതിനെ എതിർക്കാൻ പോലും പറ്റാത്ത രൂപത്തിലുള്ള ട്രാപ്പിലേക്ക് നമ്മൾ പോകുന്നതാണ് ഇങ്ങനെ പരിചിതരായ ആളുകളിൽ നിന്ന്
നിന്ന് തന്നെ ഇത് ഉണ്ടാകാൻ കാരണം. ലോകത്തെ എവിടെ റേപ്പിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താലും അതിൽ മെജോറിറ്റി ഇപ്പോൾ യൂറോപ്യൻ ജേർണൽ ഓഫ് സൈക്കോളജിയുടെ സെക്ഷൽ റേപ്പ് മിത്തിനെ കുറിച്ച് നടന്നൊരു പഠനത്തിൽ അതിലെ ഏറ്റവും ഏകദേശം 70% അറിയുന്ന ആളുകളാണ്. പിന്നെ ഒരു 17% നോൺ സ്ട്രേഞ്ചേഴ്സ് ആണ്. നമ്മൾ എപ്പോഴെങ്കിലും കാണുന്ന ബസ്സിലെ കണ്ടക്ടർ, ഷോപ്പിലെ നമ്മൾ സ്ഥിരമായി പിന്നെ സാധനം വാങ്ങുന്ന ഷോപ്പിലെ ആളുകൾ, ഇങ്ങനെ 17% നോൺ സ്ട്രേഞ്ചേഴ്സ് ആണ്. അപ്പോൾ 60% ഈ അറിയുന്ന 70% അറിയുന്ന ആളുകളാണ്. അപ്പോൾ ഇത് വരുന്നത് ഈ ഒരു ഹാലോ എഫക്റ്റിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുരുഷന് നമ്മൾ സ്ഥിരമായി പറയാറുള്ളത് പോലെ തന്നെ എല്ലാ പഠനങ്ങളിലും വരുന്ന പോലെ തന്നെ പുരുഷന് ചിലപ്പോൾ എല്ലാ സമയത്തും ഒരു ഫ്രണ്ടായി കാണാൻ സാധിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു റേപ്പ് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യത്തിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കണം. നമ്മളുടെ കുട്ടികളെ അതിൽ നിന്ന്, അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തണം. ആൺകുട്ടികളെയും പെൺകുട്ടികളെല്ലാം അത്തരം സാഹചര്യത്തിൽ നിന്ന് മാറ്റി നിർത്തണം. അങ്ങനെ ഒരു ഹെൽത്തി സൊസൈറ്റീനെ ഫോം ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണ്. കൂടുതൽ വീഡിയോ ആയിട്ട് പിന്നെ കാണാം.